72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൻഡ് ബെസ്റ്റ് ആക്ടർ അലോങ് വിത്ത് കാർത്തിക് ആര്യൻ ഇറ്റ്സ് നൺ അതർ ദാൻ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി. മമ്മൂട്ടിയുടെ 4ാമത് നാഷണൽ ഫിലിം അവാർഡാണ്. ആഫ്റ്റർ പൊന്തന്മാട, വിധേയൻ, ഭൂതക്കണ്ണാടി, വടക്കൻ വീരകഥ ആൻഡ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ദിസ് ടൈം ഇസ് ഫോർ ബ്രഹ്മയുഗം, കുടുംബം പോറ്റി എന്നൊരു മികച്ച കഥാപാത്രത്തിനായിട്ട്. ഈ ഒരു സിനിമ 2024 ഇറങ്ങുന്നത്, ഒരു ഫെബ്രുവരി കാലഘട്ടത്തിലാണ്. ആക്ച്വലി ആ സമയത്ത് എനിക്കൊരു PSC പരീക്ഷ, ഒരു MOയുടെ പരീക്ഷ എന്തുവാണ് ഉള്ള ടൈമായിരുന്നു. അതിൻ്റെ കുറച്ച് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പരീക്ഷ ആസ് യൂഷ്വൽ മൂഞ്ചു പോയി. പക്ഷെ പരീക്ഷയുടെ ഒരു മടുപ്പും ഒക്കെ തീർക്കാൻ നമ്മളൊരു സിനിമ എന്തായാലും കാണേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ആക്ച്വലി പ്രേമലൊരു സിനിമ നന്നായിട്ട് ഹിറ്റായിട്ട് ടൈം. അതിൻ്റെ ഒപ്പം തന്നെയാണ് ബ്രഹ്മയുഗം എത്തുന്നത്. അപ്പോൾ നോർമലി ഒരു നല്ലൊരു ജോളി ഫീൽ കൈൻഡ് ഓഫ് മൂവി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് പോയി കണ്ടിട്ട് ആ ഒരു മടുപ്പ് മാറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു. ബട്ട് ഞാൻ ചൂസ് ചെയ്തത് ബ്രഹ്മയുഗമായിരുന്നു. ബിക്കോസ് വി നോ മമ്മൂക്കയുടെ സിനിമയാണ്. മമ്മൂക്ക ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണല്ലോ. ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ഒരുപാട് പേരുടെ പോസ്റ്റിലൂടെ ഒരു സംഭവം കണ്ടിരുന്നു, അഭിനയ ചക്രവർത്തി എന്നും പല ഇതൊക്കെ. പക്ഷേ നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നില്ല. ആ സിനിമ കണ്ടപ്പോൾ തോന്നിയ എന്തോ ഒരു കാര്യമാണ്, കുടുംബം പോറ്റുന്ന കഥാപാത്രം. ആ കഥാപാത്രം ചാത്തൻ വരുന്നുണ്ട്, അങ്ങനെ പല പല ട്രാൻസിഷൻസ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് കഥാപാത്രം. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈമെന്നോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു കഥാപാത്രം വന്നിട്ടില്ല. ഇനി അടുത്ത കാലത്ത് ഇനി വരുമെന്ന് തോന്നില്ല, ആർക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ആൻഡ് ഈവൻ മമ്മൂക്കൊക്കെ അല്ലാണ്ട് വേറെ ആൾക്കങ്ങനെ ആ ഒരു കഥാപാത്രം പോർട്രേ ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക് തോന്നുന്നില്ല. അതായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, വാട്ട് ഐ ഫീൽ ഇറ്റ്. ആ സിനിമയും അതുപോലെ തന്നെ ഒരു വൺ ഓഫ് ദ ക്ലാസിക് ഫിലിം റീസെൻറ്റ് ടൈംസിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ ഹൊററുണ്ട്, ഡ്രാമയുണ്ട്, തിയറീസ്, ഐ മീൻ മിത്തോളജിക്കലായിട്ടുള്ള തിയറീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി. ആ സിനിമയ്ക്ക് ഇത്രയധികം അപ്രീസിയേഷൻ അന്നും കിട്ടിയിട്ടുണ്ട്. ഈവൻ ബോക്സ് ഓഫീസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള താരങ്ങൾ അടിക്കുന്ന പോലെ 100 കോടി എന്നുള്ള അങ്ങനത്തെ ഒരു കളക്ഷൻ ഈ സിനിമ നേടിയിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ഒക്കെ ഒരു ലെവല് വേറെയാണ്. ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതല്ലാണ്ട് ഇങ്ങനെ സിനിമ മലയാളത്തിൽ വന്നു ആൻഡ് മമ്മൂക്ക ചെയ്തു, അതൊക്കെയാണ് അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്റ്റേറ്റ് അവാർഡ്സിൽ പോലും അതിന് മികച്ച നടൻ മമ്മൂക്ക കിട്ടിയത് സിനിമയിൽ കൂടെയാണ്. നാഷണൽ അവാർഡ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല പല നല്ല വേഷങ്ങൾ വന്നിട്ട് പോലും ഈവൻ മമ്മൂക്കൊക്കെ പോലും അത് കിട്ടാണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പോകുന്നവരുടെ റേഞ്ചൊക്കെ ആലോചിച്ചാൽ മതി, എങ്ങനെ കിട്ടിപ്പോകുന്നതിന് ആലോചിച്ചാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ പേരമ്പ് വന്ന് പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ. ആ സിനിമയൊക്കെ അത്രക്ക് നല്ലൊരു ആക്ടിംഗ് ഉള്ള സിനിമയാണ്, പക്ഷെ അതിനൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു സിനിമ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നോർമലി ഇതുപോലെ തന്നെ വന്നു പോകും, വേറെ ആർക്കെങ്കിലും റേഞ്ചിൽ കിട്ടിപ്പോവും. പക്ഷേ ഹി ഡിസേർവ്ഡ് ആൻഡ് ഹി ഗോട്ട് വാട്ട് ഹി ഡിസേർവ്ഡ് ആൻഡ് ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് വല്ലാതൊരു സന്തോഷമൊക്കെയാണ്. ഞാനൊരു മമ്മൂക്ക ഫാൻ കൂടിയാണ്, അതുകൊണ്ട് ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആയിപ്പോയി. ഐ ആം റിയലി ഹാപ്പി ആൻഡ് കൺഗ്രാജുലേഷൻസ് ആൻഡ് I love you, Mamuka. Love you.